ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഇടുക്കി പോകാൻ പോക്കാണ്. നമ്മൾ 3 മണിയാകുമ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചധികം ദൂരമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തി ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ എണീച്ചിട്ടുണ്ട്. ഇതാണ് ആചറ. നമുക്ക് 10 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയിലിരുന്ന് മടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവറായിട്ട് കുഞ്ഞള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഇതൊരു നബീസ്ഥാൻ്റെ ചായക്കടയാണ്. ഇവിടെ നമ്മൾ ചായയും കടിയൊക്കെ കഴിച്ച് രാവിലെ കഴിക്കാനുള്ള പൊറോട്ട ഇവിടെ തന്നെ വാങ്ങിയിട്ടുണ്ട്. ഗൈസ്, സമയം 11:30 ആയിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ മുട്ടക്കറി വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഉമ്മയാണ് വരച്ചത്. ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ഇന്ന് നേരം വെളുത്തിട്ട് 3 ചായയാണ് കുടിച്ചത്. ഒന്ന് വീട്ടിൽ നിന്ന് കുടിച്ച്, പിന്നെ വരുന്നേക്ക് കട്ടൻ ചായ റൊട്ടി കുടിച്ച്, പിന്നെ ഒന്ന് നബീസുൻ്റെ വീടിന്ന് കുടിച്ച് 3 ചായയാണ് കുടിച്ചത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട്. ആചരാക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കലും മസ്റ്റാണ്. ഇതേതോ അറിയപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തതായിരുന്നു. എന്നാൽ വോയിസ് ഇടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാനത് മറന്നു വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതൊരു ഐസ്ക്രീം ഷോപ്പാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഷോപ്പ്. പിന്നെ നമ്മൾ അധികം ആരും ഇല്ലാത്ത സ്ഥലത്ത് എത്തിയിട്ട് ഫുഡ് കഴിക്കാനെത്തി. അവിടെ നിന്ന് അപ്പം തന്നെ വണ്ടി കയറേണ്ടി വന്നു. നല്ല മഴയായിരുന്നു. പിന്നെ ഒരു തുറക്കാതെ പീടിയുണ്ട്. ഇപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുവന്ന് നെയ്ച്ചോറും ഇറച്ചിക്കറിയും കഴിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതിൻ്റെ ഇപ്പുറം ഒരു മല. അടിപൊളി വ്യൂ ആണ്. അവിടെ ഇങ്ങനെ മഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൈയൊക്കെ കഴുകി വീണ്ടും പോവാണ്. ഇപ്പം ഗൈസ്, നേരത്തെ ഉള്ള ക്ലൈമറ്റ് എല്ലാം നല്ല തണുപ്പായി വന്നിട്ടുണ്ട്. ഇടുക്കിയിലേക്ക് പോകുന്ന ചുരം കയറിയതിന് ശേഷം അടിപൊളി കാഴ്ചകളായിരുന്നു കണ്ടത്. കാണുന്നതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആചരിയോ ഹാഗ് ചെയ്ത തലയൊക്കെ പുറത്തിട്ടിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് മാത്രമല്ല, നല്ല കാറ്റും ഉണ്ടായിരുന്നു. കുറേ മഞ്ഞ് മൂടിയ മലകളും കാടുകളുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ മൃഗങ്ങളൊന്നുമില്ല. ഇടയിലിടയിൽ വെള്ളച്ചാട്ടം വരുന്നുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടമായി. ഒരു നീണ്ട പാറ തന്നെയായിരുന്നു. അത് കാണാനും നല്ല ഭംഗിയുണ്ടേനു. പിന്നെ ഞാനും തലയൊക്കെ പുറത്തിട്ട് മഞ്ഞുണ്ട പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കുറേ വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വലിയ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ വണ്ടി എത്തി. ഇതിനെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത് കുറുക്കനാണ് എന്ന്. എന്നാൽ ഇത് നായിയാണ് ഗൈസ്. അപ്പുറമുള്ള ഒരാൾ പറഞ്ഞത്. ഇവിടെ നമ്മളൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വണ്ടിയിൽ നിന്ന് ബോറടിക്കുമ്പോൾ കഴിക്കാൻ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു അടിപൊളി വ്യൂ ഉള്ള പുഴ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നിർത്തിയാൽ പോകുന്നത്. അതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി. പിന്നെ ഇടയിൽ നമ്മൾ പെരിയാർ ഡാമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ നമ്മൾ ലേറ്റ് ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നിർത്തി വന്നുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മൈരിപ്പയനായിരുന്നു അവിടെ എത്തുമ്പോൾ. അങ്ങനെ നമ്മൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. ഒരു ചായയും ബ്രെഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അങ്ങ് ഒപ്പിച്ചു. അപ്പോൾ നാളെ രാവിലെ എണീക്കേണ്ടതാണ്.